വെൽക്കം ബാക്ക് ടു ലൈഫ് ഒഫീഷ്യലി ബൈ ഇന്ദു. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാമെന്ന് വെച്ചു. ടൈം ഇപ്പോൾ 5:30 ആയി. നേരത്തെ എണീറ്റു. ചേട്ടന് ഷോപ്പിൽ നേരത്തെ പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ ആൾ പോയി. അപ്പം നേരമൊക്കെ വെളുത്ത് തുടങ്ങണേ ഉള്ളൂ. ഞാനപ്പോൾ കോഫി ഉണ്ടാക്കി കുടിക്കുകയാണ്. ആദ്യം തന്നെ ഒരു 7 മണിയായപ്പോഴേക്കും ചേട്ടൻ തിരിച്ചു വന്നു ഷോപ്പിൽ നിന്ന്. പതിവ് പോലെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് റവ ദോശയാണ് ഉണ്ടാക്കിയത്. റവ ദോശ നല്ല ക്രിസ്പി ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കണ്ടിരുന്നു. ഇതൊരു മിമിക്രി പ്രോഗ്രാമായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വന്നിട്ട് കുറച്ച് മിമിക്രി ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം ടി വി കണ്ടതിന് ശേഷം ലഞ്ച് ടൈമായി. അപ്പോൾ ലഞ്ചിന് ഇന്ന് ചപ്പാത്തിയും പനീർ കറിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിച്ചു. ചേട്ടൻ കോൾഡ് കോഫി ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഇൻഡോർ പ്ലാന്റ്സിന് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് പീസ് ലില്ലിയാണ്. പിന്നെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇങ്ങനെ ഐസ്ക്രീം സെല് ചെയ്യണ വാങ്ങിയെടുക്കുന്ന കാണാം. അപ്പോൾ അത് ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് ക്ലീനിങ് ആയിരുന്നു. മൊത്തം വീട് ക്ലീനാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് കൊണ്ടുകളയാൻ വന്നതാണ്. ഇനിയിപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ ചെറിയ പരിപാടികളുള്ളൂ. വൈകിട്ട് എങ്ങോട്ടെങ്കിലും പോകണം. എല്ലാവരും കൂടെ എന്ത് പ്രോഗ്രാം ഉണ്ട് അതിന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ വീടെത്തി. കുറച്ച് നേരം ചെടികളൊന്നും നോക്കട്ടെ. അപ്പോൾ പുറത്തു പോയി റെഡിയായി ഞങ്ങൾ. എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ പോയിട്ട് കാണാം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രീക്ക് പാർക്കിലാണ് പരിപാടി. ഞങ്ങളൊരു 5:30 ആയപ്പോൾ ക്രീക്ക് പാർക്കിലെത്തി. അതിനുശേഷം ഞങ്ങൾ പ്രോഗ്രാമിന് ചെന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നു. ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവിടെ സാൻഡ്വിച്ച് കഴിച്ചു. സാൻഡ്വിച്ചിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗെയിംസ് ആയിരുന്നു. അങ്ങനെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ കുറേ കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ടങ് ട്വിസ്റ്റർ അങ്ങനത്തെ ഗെയിംസൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ടങ് ട്വിസ്റ്ററിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ അതിൽ സമ്മാനം കിട്ടിയില്ല. അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗെയിംസിന് എനിക്ക് വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല. ഇത് പാസിങ് ദ ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്തുള്ള ബീച്ചിലൊക്കെ പോയി. പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായി അവിടെ ഇരിക്കാനായിട്ട്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നേരത്തെ തന്നെ എത്തി. ഒരു 9:30 ആയിപ്പിക്കും.